ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ തൊമ്മുന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ദിവസം മാറ്റി വെച്ചേക്കുവാണ്, ഒരു സ്ഥലം വരെ പോകാൻ. സോ ലെറ്റ്സ് സീ. ഇന്ന് തൊമ്മൂനെ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഒബ്രോമാളിലുള്ള സിമ്മൻ സാംസിൻ്റെ ഒരു പുതിയ പ്ലേ ഏരിയ ആണ്. അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം വൈലൻ്റ് ആയിട്ടുണ്ട്, സ്ഥലം മനസ്സിലായി. അപ്പോൾ ടിക്കറ്റ് എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കയറണം. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് വന്നപ്പോഴും നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞേ ഇല്ല. അപ്പം ഫുൾ എക്സൈറ്റഡ് ആണ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. സോക്സ് ഇട്ടാലേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ, പക്ഷേ അതിനുള്ള സാവകാശം പോലും തൊമ്മൂനില്ല. അത്രയ്ക്കും തിരക്കിലാണുള്ളത്. ഇതെങ്ങനെയും ഒന്ന് ഇട്ടിട്ട് വേണം ഓടിക്കയറാൻ. അവൻ്റെ വിചാരം അവനെ കയറ്റൂല എന്നാന്ന് തോന്നുന്നു. അപ്പോൾ സോക്സ് മാത്രം ഇട്ടാൽ പോരാ, നമ്മൾ കയ്യിൽ ടൈം എഴുതിയൊരു ടാഗും കൂടെ ഒട്ടിക്കണം. എന്നാലേ അവർ നമ്മൾ ആ ടൈം ആകുമ്പോഴത്തേക്കും തിരിച്ച് 1 hour ആകുമ്പോഴത്തേക്ക് ഇറക്കത്തുള്ളൂ. ആ ടൈം കൊണ്ട് നമ്മൾ സോക്സൊക്കെ ഇട്ട് റെഡിയായി നമ്മൾ ഉള്ളിൽ കയറുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിലും ടൈമൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. തൊമ്മു കയറിയപ്പോൾ തന്നെ തൊമ്മുവിൻ്റെ സ്ഥലം പിടിച്ചു. ബാക്കി കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. ഫൺ സോൺ എന്ന് പറഞ്ഞൊരു പ്ലേ ഏരിയ ആയിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറിയിട്ടാണ് സിമ്മൻ സാൻസിൻ്റെ ഈ പ്ലേ ഏരിയ വന്നേക്കുന്നത്. ഇത് പിള്ളേർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. 1 hourലേക്ക് നമുക്ക് റേറ്റ് വന്നത് 500 രൂപയാണേ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കയറിയത് കൊണ്ട് അതനുസരിച്ചുള്ള പൈസ ആയിട്ടുണ്ട് നമുക്ക്. പിന്നെ സോക്സ് ഒന്നും ഇടാതെ വന്നതുകൊണ്ട് അത് നമ്മൾ എക്സ്ട്രാ വാങ്ങണം. ഒരു പെയർ സോക്സിന് 70 rupees സംതിങ് എന്തോ ഉണ്ട്. പിന്നെ നമുക്ക് 1 hour വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ചെറിയ പിള്ളേരും കൂടെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കയറുകയും ചെയ്തു. കാരണം 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളാകുമ്പോൾ നമ്മൾ പാരൻസും കൂടെ ഉള്ളതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ അവിടെ സ്റ്റാഫുണ്ട് ഓൾറെഡി പിള്ളേരെ കെയർ ചെയ്യാനും അവരെ എൻഗേജ് ചെയ്യിക്കാനൊക്കെ ആയിട്ട്. ഇവിടെ കുറച്ചും കൂടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള റൈഡ്സൊക്കെ ആട്ടോ ഉള്ളത്. നമ്മളെപ്പോഴും കാണുന്നതെന്നൊക്കെ വെച്ച് വ്യത്യസ്തമായിട്ടുള്ള റൈഡ്സൊക്കെയാണുള്ളത്. തൊമ്മു ഏതായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ ചെന്നപ്പം മുതൽ അവിടെ നിന്ന് ഇറങ്ങുന്ന വരെ നില കുത്തിയിട്ടില്ല, തലയും കുത്തി കിടക്കുമായിരുന്നു. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഓടി കാണാം. തൊമ്മുവിൻ്റെ കലാപരിപാടികൾ എന്നാക്കിയായിരുന്നു.
ഒരു 1 hour ആയപ്പോഴത്തേക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തില്ല, പോകാനുള്ള സമയം ആയതുകൊണ്ട്. തൊമ്മുവിനോട് പോവാന്ന് പറഞ്ഞിട്ടൊന്നും തൊമ്മു കേൾക്കുന്നില്ല. പിന്നെ അവിടെ ചെന്നപ്പം മുതലേ, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മുതലേ തൊമ്മുവിന് നമ്മളെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ല. അതുകൊണ്ട് തൊമ്മു മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഇത് ശരിക്കും തൊമ്മു നന്നായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ 0 to 12 years വരെയുള്ള പിള്ളേരെ അലോ ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെ വരുന്നവരെന്തായാലും ഒബ്രമാളി വരണം, എൻജോയ് ചെയ്യണം. അടിപൊളിയാണ്, പിള്ളേർക്ക് നല്ല വർക്ക്ഫുള്ളാണ്. അപ്പം എന്തൊക്കെയോ പറഞ്ഞ് ഒരു വിധത്തിൽ പുറത്തിറക്കി. ഇതിലും വലിയ സ്ഥലം, വേറൊരു സ്ഥലമുണ്ട്, അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞാണ് ഇറക്കിയേക്കുന്നത്. ഈ പ്ലേ ഏരിയയോട് അടുത്ത് തന്നെ ഒരു പാർട്ടി ഹോളും ഉണ്ട് കേട്ടോ. നമുക്ക് ബർത്ത്ഡേയ്സും അതും ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ വന്ന് ഫുഡ് കോർട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ക്രിസ്മസ് പപ്പായ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കരഞ്ഞ് ഇറങ്ങിയതിൻ്റെ ആ ഒരു ക്ഷീണം മാറ്റാൻ ക്രിസ്മസ് പപ്പായ കണ്ടപ്പോഴത്തേക്ക് ആ ക്ഷീണം അങ്ങോട്ട് മാറി. തൊമ്മുവിൻ്റെ വിചാരം കഴിക്കാൻ പറ്റുന്ന കേക്കാന്ന്. തൊമ്മു അതേ തൊട്ട് എമ്മി എന്ന് പറയുവാണേ. ഹായ്ന്നും എമ്മി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തിരിക്കുന്ന കൊച്ചു പറയുന്നുണ്ട്, അത് വർത്താനമൊന്നും പറയത്തില്ല, ഹായ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന്. അപ്പം ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ തൊമ്മു എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, താങ്ക് യു.